ഇല്ല ഡ്രീം വേൾഡ് അല്ല, ഞാൻ റിയാലിറ്റിയിൽ ജീവിക്കുന്ന കുട്ടിയാണ്. ഭയങ്കര സീരിയസ് ആണ്? സീരിയസ് ഒന്നുമല്ല. എങ്ങനെ വീട്ടിലൊക്കെ എങ്ങനെ നല്ല സപ്പോർട്ടാണോ? വീട്ടില് നല്ല സപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കണത് പോലും എന്റെ അച്ഛൻ, അമ്മ, ചേച്ചി അവരുടെ സപ്പോർട്ട് കാരണമാണ്. അവരില്ലായിരുന്നു. കാരണം മുംബൈയിൽ ജനിച്ചു വളർന്ന് ഞാൻ പറഞ്ഞു 12th കഴിഞ്ഞിട്ട് എനിക്ക് മലയാള സിനിമയിൽ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇവിടെ വിട്ടില്ല, അവര് സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ അതല്ലേ ഏറ്റവും വലിയ കാര്യം. ചെറുപ്പത്തിൽ എങ്ങനെ സിനിമയൊക്കെ ഒരുപാട് കാണാറുണ്ടായിരുന്നു? അത്തരത്തില് സാഹചര്യത്തിൽ വളർന്ന ഒരു കുട്ടിക്ക് കൂടുതൽ ഹിന്ദി സിനിമകളോടായിരിക്കും താല്പര്യം. അച്ഛനില്ലേ, ഞങ്ങള് ഷാറുഖ് ഖാനിലെ വെച്ചാ പപ്പ ദേഷ്യപ്പെട്ട് എണിച്ചു പോവായിരുന്നു. പപ്പയ്ക്ക് ലാലേട്ടൻ മമ്മൂക്കൊക്കെ ആണെങ്കിൽ കാണുമായിരുന്നു. ലാലേട്ടന്റെ മമ്മൂക്കയുടെ പപ്പയ്ക്ക് ആ ഒരു ഇതായിരുന്നു. അത് നല്ലപോലെ സഹായിച്ചിട്ടുണ്ട് മലയാള സിനിമ. പക്ഷെ നമ്മൾ പറയില്ല ചേട്ടാ, അവിടെ ജനിച്ചു വളർന്നുകൊണ്ട് മലയാളത്തില് ഫ്ലുവൻസി കിട്ടത്തില്ലായിരുന്നു കൂടുതൽ. നമ്മൾ കണ്ടാലും ചില വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യാൻ അത് ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ തൊണ്ടി മുതൽ എനിക്ക് തോന്നുന്നു ശൃന്ദ ചേച്ചിയാണ് പറ്റത്തില്ലായിരുന്നു ചില വാക്കുകൾ. ശൃന്ദ ചേച്ചിക്ക് ഒരു താങ്ക്സ് ഉണ്ട്, സ്പെഷ്യൽ താങ്ക്സ്. ബീച്ചേട്ടന്റെ കൂടെ ആദ്യമായിട്ടാണ്? ബീജേട്ടന്റെ കൂടെ ആദ്യമായിട്ടാണ്. എങ്ങനെയായിരുന്നു ബീച്ചേട്ടന്റെ കൂടെ എക്സ്പീരിയൻസ്? ബീച്ചേട്ടന്റെ ചിരിയൊക്കെ ഭയങ്കര രസമല്ലേ? ഞാൻ പിന്നെയും ചെയ്യിപ്പിക്കും. ആ വെള്ളിമുങ്ങയുടെ ചിരിയില്ലേ, ഒന്ന് ചെയ്ത് കാണിക്കുന്നു. ചേട്ടൻ അടിപൊളി മാജിക് ഒക്കെ ചെയ്തിട്ട് എന്നെ പറ്റിക്കായിരുന്നു. അങ്ങനെ കളിക്കും, വെറുതെ ഇരിക്കൂല ബിജുവേട്ടൻ. സൈലന്റ് ആണെന്ന് ചോദിച്ചാൽ സൈലന്റ് ആണ്, പക്ഷെ എന്നാലും അല്ല, സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഫൺ ആയിട്ടുള്ള ഒരാളല്ലേ. അടിപൊളിയാണ്. കൗണ്ടർ ഒക്കെ അടിക്കും ചിലപ്പോഴൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഫുൾ ചിരിയും ബഹളവും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എല്ലാവരുമായിട്ട്. എനിക്ക് തോന്നുന്നു ലാലുവേട്ടനാണെങ്കിലും നമ്മൾ കാണുമ്പോൾ കുറച്ച് സീരിയസ് ആണ്, പക്ഷെ സെറ്റിൽ അങ്ങനെയല്ല. പുള്ളിക്കാരി കളിയും ചിരിയുമായിട്ട്. ക്യാമറാമാൻ ചേട്ടനും എസ് കുമാർ സാറാണ്. വലിയൊരു പ്രജിത്തേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രജിത്തേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യണു, പ്രഗീഷ് സ്ക്രിപ്റ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ നല്ലൊരു ഭയങ്കര ഒരു വെൽ പില്ലേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, നമ്മുടെ ടീസർ ഇപ്പൊ തന്നെ റിലീസായി ഓഡിയൻസിന്റെ ഇടയ്ക്കിലേക്ക് വന്നിരിക്കുകയാണ്. നിമിഷയുടെ നോട്ടങ്ങളൊക്കെ വൈറലാവട്ടെ. ഹലോ ഹലോ എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു ഇത് എന്താണ്? ഇപ്പൊ റിയാക്ഷൻസ് ഒക്കെ വന്നു തുടങ്ങി? റിയാക്ഷൻസ് വന്നു തുടങ്ങി. നല്ല ഇതാണ്. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ നല്ല അഭിപ്രായമാണ്. ഇതുവരെയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല അഭിപ്രായമാണ്. സന്തോഷമുണ്ട്. ഒരുപാട് പ്രതീക്ഷകളാണ്. എല്ലാ സിനിമകൾക്കും നമുക്ക് പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ. അല്ല, എല്ലാ സിനിമയും നമ്മൾ നല്ലതാവണമെന്നല്ല. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചേട്ടാ, ആരും മോശമാവണമെന്ന് ചെയ്യുന്നില്ല. 41ന്റെ സെറ്റ് ഏകദേശം എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? അത്യാവശ്യം നല്ല ടൈം എടുത്തല്ലേ? ടൈം എടുത്തായിരുന്നു. ഓക്കെ ഓക്കെ. നല്ല ടൈം എടുത്ത് ഷൂട്ട് ചെയ്തിരുന്നു. അപ്പൊ മെമ്മറബിൾ ആയിട്ടുള്ള, ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവരും നല്ല ഫണ്ണിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബീച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകള് നല്ല ഫണ്ണിയാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു നല്ല ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് ഓർക്കുമ്പോ ചിരി വരുന്ന പോലത്തെ എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അതിലൊരു സീൻ ഉണ്ടല്ലോ. ഇല്ല ചളിയല്ല, അതിലൊരു സീൻ ഉണ്ട്. ഇന്ദ്രൻ സച്ചിൻ ഈ ടീസറിലും ഉണ്ട്. ഇന്ദ്രൻ